ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊമോഷൻ മിക്സിനെ കുറിച്ചാണ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ നമുക്ക് ആദ്യമായിട്ട് ഡെഫിനിഷൻ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. CBSEയിലും സ്റ്റേറ്റിലും ചോദിക്കുന്ന ഡെഫിനിഷനാണ് എന്താണ് പ്രൊമോഷൻ മിക്സ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ എഴുതാം, പ്രൊമോഷൻ മിക്സ് refers to mix of several promotional tools used by business. ആരാണ് യൂസ് ചെയ്യുന്നത്? ബിസിനസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ പ്രൊമോഷണൽ മിക്സ് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് സെവറൽ പ്രൊമോഷണൽ ടൂൾസ് ആണ്. ആര് യൂസ് ചെയ്യുന്നു? ബിസിനസ് യൂസ് ചെയ്യുന്നു. എന്തിന് യൂസ് ചെയ്യുന്നു? ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഫോർത്ത് എലിമെൻറ്റ് ഓഫ് പി ആണ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് പ്രൊമോഷൻ. ദ ഫോർത്ത് എലിമെൻറ്റ് ഓഫ് 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് പ്രൊമോഷൻ. അപ്പോൾ നാലാമത്തെ പി ആണ് പ്രൊമോഷൻ. PPP, ദാറ്റ് ഈസ് 4P. 4 P ഉണ്ട്. 4 P ഏതൊക്കെയാണ്? പ്രൈസ്, ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിനകത്തെ നാലാമത്തെ പി ആണ് പ്രൊമോഷൻ. പ്രൊമോഷൻ ഓക്കെ, എന്താണ് പ്രൊമോഷൻ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് ആൻ അവയർനെസ് ആൻഡ് പെർസ്യൂഡിങ് ദ കസ്റ്റമർ ടു ഇനിഷ്യേറ്റ് പർച്ചേസ്. അട്രാക്റ്റിംഗ് കസ്റ്റമർ ഓർ മേക്കിംഗ് കസ്റ്റമർ ടു ഇനിഷ്യേറ്റ് ദ പർച്ചേസ്. ഓക്കെ, സ്റ്റാർട്ട് പർച്ചേസിങ്, അതാണ് മെയിൻ. ദ സെവറൽ ടൂൾ, ഏതൊക്കെ ടൂളാണ്? അല്ലെങ്കിൽ എലിമെൻറ്റ്സ് ആണ്. ദ ഫെസിലിറ്റേറ്റ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫേം ആർ കളക്റ്റീവ് ആസ് പ്രൊമോഷൻ മിക്സ്. അപ്പോൾ ഏതൊക്കെ ടൂളാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രൊമോഷൻ ഒബ്ജക്റ്റീവിനെ, ആ ടൂൾ എല്ലാവരുടെ കൂടും പറയുന്നതാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ മിക്സ് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ്, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ മിക്സിൻ്റെ എലിമെൻറ്റ്സ് ആണ് അഡ്വർടൈസ്മെൻറ്റ്, പേഴ്സണൽ സെല്ലിങ്, സെയിൽസ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. Marketers, ഓരോ മാർക്കറ്റും need to view the following question in order to have balanced blend of promotional tools. ഏതൊക്കെ പ്രൊമോഷണൽ യൂട്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടിയെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊമോഷണൽ മിക്സ് ആണ്, ഏതൊക്കെ പ്രൊമോഷണൽ എലിമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടിയെന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഇൻഫോം കസ്റ്റമർ? ഏത് വേയിലൂടെയാണ് കസ്റ്റമറിനെ എഫക്റ്റീവായിട്ട് ഇൻഫോം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് എഫക്റ്റീവായിട്ട് കസ്റ്റമറിൻ്റെ മനസ്സിലേക്ക്, ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നത്? വിച്ച് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ടു ബി യൂസ്? ഏത് മാർക്കറ്റിംഗ് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എഫിഷ്യൻ്റ്ലി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ടു ഹൂം ദ പ്രൊമോഷൻ എഫേർട്സ് ടു ബി ഡയറക്റ്റഡ്? വാട്ട് ഈസ് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്? ഹൗ ഇസ് ബി അലോക്കേറ്റ് എ പ്രൊമോഷണൽ? അപ്പോൾ 4 എലിമെൻറ്റ് ഓഫ് പ്രൊമോഷൻ മിക്സ് നമ്മളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് അഡ്വർടൈസ്മെൻറ്റ്, രണ്ടാമതായിട്ട് പേഴ്സണൽ സെല്ലിംഗ്, മൂന്നാമതായിട്ട് സെയിൽസ് പ്രൊമോഷൻ, നാലാമതായിട്ട് പബ്ലിക് റിലേഷൻ, അഞ്ചാമതായിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ അഡ്വർടൈസിങ് എന്താണെന്നാണ് ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. അഡ്വർടൈസിങ് ഈസ് എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. ഒരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. അഡ്വർടൈസ്മെൻറ്റ് ഈസ് പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ. ഒരു പെയ്ഡാണ്, കാശ് കൊടുക്കണം. പെയ്ഡ് എന്ന് പറയും കാശ് കൊടുക്കണം. കാശ് കൊടുത്തുള്ള ഒരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആര് നടത്തുന്നു എന്നാണ് അടുത്തത്. ആൻഡ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്കാണ്. ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫീ കൊടുക്കുമ്പോൾ ഒരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ, ഒരു പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസോ ഒരു ഐഡൻറ്റിഫൈഡ് സ്പോൺസർ നടത്തുകയാണ്. അതിനാണ് എന്ത് പറയുന്നത്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. വേർ ഇൻ ദ കസ്റ്റമർ ഈസ് ഇൻസ്റ്റിഗേറ്റഡ് ടു ട്രൈ ദ പ്രൊഡക്റ്റ് അറ്റ് ലീസ്റ്റ് വൺസ്. അങ്ങനെ വരുമ്പോഴത്തേൻ്റെ ഒരു കസ്റ്റമർ വളരെയാകാം ലൈൻ വിട്ടുപോയല്ലേ, സോറി. അപ്പോൾ നമുക്ക് ആ ലൈൻ മാറ്റി വയ്ക്കാം. ത്രൂ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ട്രൈസ് ടു ബിൽഡ് എ പുൾ സ്ട്രാറ്റജി. ഒരു പുൾ സ്ട്രാറ്റജിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? കസ്റ്റമേഴ്സിനെ അത്രമാത്രം അട്രാക്റ്റ് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സിനെ അത്രമാത്രം വാങ്ങാൻ എന്താണ് പുൾ എഫക്റ്റ് കൊടുക്കുകയാണ്. അഡ്വർടൈസിങ് ബിൽഡ്സ് പുൾ എഫക്റ്റ് ആസ് അഡ്വർടൈസിങ് ട്രൈസ് ടു പുൾ ദ പ്രൊഡക്റ്റ് ബൈ ഡയറക്റ്റ്ലി അപ്പീലിംഗ് ടു കസ്റ്റമർ ടു ബൈ ഇറ്റ്. മേടിക്കൂ എന്നൊരു എഫക്റ്റ് അവിടെ അഡ്വർടൈസ്മെൻറ്റിലൂടെ കൊടുക്കുകയാണ്. അത് മേടിച്ചാൽ നമുക്ക് ഉപയോഗമാകും, അത് മേടിച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആകും. ഒരു മെറിറ്റ് മാത്രമാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കണ്ടമാനം നമ്മളെ എന്താണ് പറയുന്നത്, ആഗ്രഹിപ്പിക്കുകയാണ് വാങ്ങാൻ വേണ്ടി. അതാണ് ഒരു ബിൽഡ് എ പുൾ സ്ട്രാറ്റജി എന്ന് പറയും. വേറെ കസ്റ്റമർ ഈസ് ഇൻസ്റ്റിഗേറ്റഡ് ടു ട്രൈ ദ പ്രൊഡക്റ്റ് അറ്റ് ലീസ്റ്റ് വൺസ്. കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യണം, ഒന്നുകൂടെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ. കംപ്ലീറ്റ് ഇൻഫർമേഷൻ അലോങ് വിത്ത് അട്രാക്റ്റീവ് ഗ്രാഫിക്സ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ക്യാൻ ബി ഷോൺ ടു ദ കസ്റ്റമർ ദാറ്റ് ഗ്രാബ് ദിയർ അറ്റൻഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ദ പർച്ചേസ് ഡിസിഷൻ. അടുത്തതായിട്ട് പേഴ്സണൽ സെല്ലിംഗ്. ദിസ് ഈസ് വൺ ഓഫ് ദ ട്രഡീഷണൽ ഫോം ഓഫ് പ്രൊമോഷണൽ ടൂൾ വേർ സെയിൽസ്മെൻ ഇൻട്രാക്ട്സ് വിത്ത് കസ്റ്റമർ. അപ്പോൾ പ്രൊമോഷനും അഡ്വർടൈസ്മെൻറ്റും
പേഴ്സണൽ സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ CBSE 3 മാർക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിലാണെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പേഴ്സണൽ സെല്ലിംഗ്, ദിസ് ഈസ് വൺ ഓഫ് ദ ട്രഡീഷണൽ ഫോം ഓഫ് പ്രൊമോഷണൽ ടൂൾസ്. ട്രഡീഷണൽ ഫോം ഓഫ് പഴയ ഒരു ഫോമാണ് പ്രൊമോഷണൽ ടൂൾസിൻ്റെ ഒന്നാമത്തെ പഴയ ഒരു ഫോമാണ് അഡ്വർടൈസിങ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ സെയിൽസ്മാൻ ഇൻട്രാക്ട്സ് വിത്ത് ദ കസ്റ്റമർ ഡയറക്ട്ലി ബൈ വിസിറ്റിംഗ് ദം. പരസ്പരം സെയിൽസ്മാനും ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. സെയിൽസ്മാനും കസ്റ്റമറും സെയിൽസ്മാനും സെയിൽ ചെയ്യുന്ന ആളും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് ആവുന്നത്. It is a face-to-face interaction between company representative and customer with objective to influence the customer to purchase the product or services. അപ്പോൾ അവിടെ വരുന്ന ആ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് പർച്ചേസ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അടുത്ത സെയിൽസ് പ്രൊമോഷൻ. ദ സെയിൽസ് പ്രൊമോഷൻ ഈസ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ഗീവൺ ടു കസ്റ്റമർ. എന്താണ് ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവാണ് ഗീവൺ ടു ദ കസ്റ്റമർ ടു ഹാവ് ആൻ ഇൻക്രീസ് സെയിൽ ഫോർ ഗീവൺ പീരീഡ്. ഒരു പീരീഡ് ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡുള്ളിൽ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 50% ഓഫ് ഒരു അതാണ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ആണ്. ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? ഗീവൺ ടു കസ്റ്റമർ ടു ഹാവ് ഇൻക്രീസ് സെയിൽ ഫോർ എ ഗീവൺ പീരീഡ് ഓഫ് ടൈം. അടുത്ത് ജനറലി സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് ആർ ഫ്ലോട്ടർ ഇൻ മാർക്കറ്റ് അറ്റ് ടൈം ഓഫ് ഫെസ്റ്റിവൽസ് ഓർ എൻഡ് ഓഫ് ദ സീസൺ. അതാണ് പറയുന്നത്, എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സീസൺ, ക്രിസ്മസ്, ദീപാവലി, ഓണം, വിഷു. ഇപ്പോൾ എന്താണ് കൊടുക്കുന്നത്? അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെ കൊടുക്കും? ഡിസ്കൗണ്ട് കൊടുക്കും, പേ ബാക്ക് ഓഫേഴ്സ്, കൂപ്പൺസ്, ഫ്രീ, അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് പറയുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിലിനെ പ്രൊമോട്ട് ചെയ്യുക പല ട്രിക്സ് ആൻഡ് ടിപ്സിലൂടെ ആർ സം ഓഫ് സെയിൽ പ്രൊമോഷൻ സ്കീംസ്. വിത്ത് സെയിൽസ് പ്രൊമോഷൻ കമ്പനി ഫോക്കസ് ഓൺ ഇൻക്രീസ് ഷോർട്ട് ടേം പ്രോഫിറ്റ്. കമ്പനിയുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽ ചെയ്യാത്ത കച്ചവടം ആകാത്ത സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഇൻസെൻറ്റീവ് കൊടുത്താണെങ്കിലും സെയിൽ ചെയ്തെടുക്കുക, പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ അട്രാക്റ്റിംഗ് ബോത്ത് എക്സിറ്റിംഗ് ആൻഡ് ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൾ എക്സിറ്റിംഗ് കസ്റ്റമർ ആ സെൻറ്റൻസ് പറയുന്നത് അപ്പോൾ അട്രാക്റ്റിംഗ് ബോത്ത് എക്സിറ്റിംഗ് കസ്റ്റമേഴ്സും വരും, ന്യൂ കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് കണ്ട് ഒരു 50% 60% ഓഫ് കൊടുക്കുമ്പോൾ അവരും വരും, പുതിയ ആൾക്കാരും അത് കണ്ടവരും വരും. അടുത്ത ഒരു മെത്തേഡാണ് പബ്ലിക് റിലേഷൻ.